ബന്ധപ്പെട്ട റൂളുകളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. അതിൽ ആദ്യത്തെ ചോദ്യമാണ് ഇഫ് യു ത്രോ ദ നൈഫ് ഡാഷ്. ഇഫ് യു ത്രോ ദ നൈഫ് കോമ ഡാഷ്. ഓപ്ഷനിൽ ഐ വിൽ ഗെറ്റ് ഡൗൺ ഓപ്ഷനിലുണ്ട്, ഐ ഗെറ്റ് ഡൗൺ ഓപ്ഷനിലുണ്ട്, ഐ വുഡ് ഗെറ്റ് ഡൗൺ ഓപ്ഷനിലുണ്ട്, അതുപോലെ ഐ വുഡ് ഗോട്ട് ഡൗൺ ഓപ്ഷനിലുണ്ട്. ഏതാണ് ഉത്തരം? നോക്കിയേ, ഇവിടെ ത്രോ എന്നതാണ് വെർബ് കിടക്കുന്നത്. എഫ് പ്ലസ് വി വണ് വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് വരാം? വില്ല് വരാം, അതുപോലെ ഷാള് വരാം, ക്യാൻ മേ പ്ലസ് വി വൺ. ആദ്യത്തെ ഓപ്ഷൻ നോക്കിയേ, വിൽ ഗെറ്റ് ഉത്തരമായിട്ട് വരുന്നു. നമുക്ക് രണ്ടാമത്തേല് ഗെറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഉത്തരമല്ല. മൂന്നാമത്തേല് വുഡ് വന്നിരിക്കുന്നു, ഉത്തരമല്ല. നാലാമത്തേല് വുഡ് വന്നിരിക്കുന്നു, ഉത്തരം വരില്ല. അപ്പൊ എഫ് പ്ലസ് വി വൺ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏതൊക്കെ വരാം? വില്ല്, ഷോള്, ക്യാൻ, മേ പ്ലസ് വി വൺ. അതുകൊണ്ട് ഉത്തരം വിൽ ഗെറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഐ വിൽ ഗെറ്റ് ഡൗൺ ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, ഇഫ് രാഹുൽ പ്ലേഡ് വെൽ കോമ ഡാഷ്. ഓപ്ഷനില് ഹി വിൽ വിൻ ദി മാച്ച് ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ഹി വിൻ ദി മാച്ച് വിൻസ് ദി മാച്ച് ഓപ്ഷനിലുണ്ട്. മൂന്നാമത്തത് ഹി വുഡ് വിൻ ദി മാച്ച് ഓപ്ഷനിലുണ്ട്. അതുപോലെ ഹി വുഡ് ഹാവ് വോൺ ദി മാച്ച് ഓപ്ഷനിലുണ്ട്. നോക്കിയേ, ഇഫ് കഴിഞ്ഞിട്ട് പ്ലേഡ് എന്നത് V2 ആണ്. അപ്പൊ എഫ് പ്ലസ് V2 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഏത് വരാം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? വില്ല് വരുന്ന ഓപ്ഷൻ വരില്ല. ഇവിടെ വുഡ് വന്നിട്ടില്ല. മൂന്നാമത്തേൽ വുഡ് വന്നിരിക്കുന്നു, വുഡ് പ്ലസ് V1 വന്നിരിക്കുന്നു, ഉത്തരം വുഡ് ഹാവ് വരില്ല. അതുകൊണ്ട് ഉത്തരം ഹി വുഡ് വിൻ ദി മാച്ച് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കി, ഇഫ് യു ഹാഡ് ഗോൺ ദെയർ ഇൻ ടൈം കോമ ഡാഷ്. ഇഫ് യു ഹാഡ് ഗോൺ ദെയർ ഇൻ ടൈം കോമ ഡാഷ്. ഓപ്ഷനില് യു വുഡ് ഹാവ് മെറ്റ് ഹിം ഓപ്ഷനിലുണ്ട്, യു വുഡ് മീറ്റ് ഹിം ഓപ്ഷനിലുണ്ട്, യു വിൽ മീറ്റ് ഹിം ഓപ്ഷനിലുണ്ട്, അതുപോലെ യു ക്യാൻ മീറ്റ് ഹിം ഓപ്ഷനിലുണ്ട്. നോക്കിയേ, ഇവിടെ ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ഹാഡ് ഗോൺ എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് വരാം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് വി ഏതെഴുതണം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. അങ്ങനെയാണെങ്കിൽ ഏത് വരും? നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനില് വുഡ് ഹാവ് മെറ്റ് ഹിം, വുഡ് കഴിഞ്ഞിട്ട് ഹാവ് പ്ലസ് V3 വന്നിരിക്കുന്നു. അതുകൊണ്ട് ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. ബാക്കിയൊന്നിലും ഹാവ് വരുന്ന യൂസേജ് വന്നിട്ടില്ല. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് ഐ ഹാവ് മണി. കണ്ടല്ല, ഇഫ് ഐ ഹാവ് മണി ഐ ഡാഷ് അല്ലെങ്കിൽ കോമ ഡാഷ് എ കാർ. ഓപ്ഷനില് ഐ വുഡ് ബൈ ഓപ്ഷനിലുണ്ട്, ഐ വിൽ ബൈ ഓപ്ഷനിലുണ്ട്, വുഡ് ഹാവ് ഐ വുഡ് ഹാവ് ബോട്ട് ഓപ്ഷനിലുണ്ട്, അതുപോലെ ബോട്ട് മാത്രം വെർബ് ഓപ്ഷനിലുണ്ട്. നോക്കിയേ, ഹാവ് കഴിഞ്ഞിട്ടാണ് വെർബ് കിടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു ഇഫ് കഴിഞ്ഞിട്ട് ഹാവ് വന്നിട്ടുണ്ടെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഏതൊക്കെ? ഹാസ്, ഹാവ് വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് വരാം? വില്ല് വരാം, ഷാള് വരാം, ക്യാൻ, മേ പ്ലസ് V1. നമ്മൾ പഠിച്ചതാണ് ഇഫിന്റെ ആദ്യത്തെ റൂള്. ഇഫ് പ്ലസ് V1 അല്ലെങ്കിൽ എസിൽ അവസാനിക്കുന്ന വെർബ് അല്ലെങ്കിൽ ഈസ്, ആം, ആറ്, ഹാസ്, ഹാവ്, ഡു, ഡസ് വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏതൊക്കെ വരാം? വില്ല്, ഷോൾ, ക്യാൻ, മേ പ്ലസ് V1. അങ്ങനെയാണെങ്കിൽ ഏത് ഉത്തരം? വിൽ ബൈ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് ഐ ഹാഡ് ടൈം ഐ ഡാഷ് ദ എക്സിബിഷൻ. കണ്ടല്ല, ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നൗൺ ആണ് വന്നിരിക്കുന്നത്. ടൈം എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ഹാഡ് പ്ലസ് നൗൺ ആണ് വരുന്നെങ്കിൽ ഏത് റൂള്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഏത്? V1. ഹാവ് വേണോ? ഹാവ് വേണ്ട, കാരണം ഹാഡിനെ അവിടെ വെർബായിട്ട് എടുക്കുന്നു. അതുകൊണ്ട് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നു. നമുക്ക് ഷാൾ വിസിറ്റ് ഓപ്ഷനിലുണ്ട്, വരില്ല. വുഡ് വിസിറ്റ് വരില്ല. ഷുഡ് ഹാവ് വിസിറ്റഡ് വരില്ല. ഷുഡ് വിസിറ്റ് ഓപ്ഷനിൽ ഉത്തരവുണ്ട്.
ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. ഷുഡ് പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നത്.